നമസ്കാരം. PSC Challenger Pro, നെറ്റ് ആൻഡ് JRFലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡൽഹി സുൽത്താനേറ്റിലെ ഖിൽജി രാജവംശം വിശദമായി പഠിക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഖിൽജി രാജവംശത്തിന്റെ ഉത്ഭവം, ജലലുദ്ദീൻ ഖിൽജി, അലൂദ്ദീൻ ഖിൽജിയുടെ വിജയങ്ങളും ഭരണപരിഷ്കാരങ്ങളും, മാർക്കറ്റ് നിയന്ത്രണ നയം, സൈനിക പരിഷ്കാരങ്ങൾ, ദക്ഷിണേന്ത്യൻ അധിനിവേശങ്ങൾ, പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട NET, JRF ആൻഡ് PSC പോയിന്റുകൾ. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ലേൺ ഹിസ്റ്ററി, മാസ്റ്റർ സക്സസ്. ഇനി നമുക്ക് ഖിൽജി രാജവംശത്തിന്റെ ഉയർച്ച എങ്ങനെ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാം. ജലലുദ്ദീൻ ഖിൽജി ക്രിസ്തുവർഷം 1290-ൽ ഡൽഹി സുൽത്താനേറ്റിൽ ഖിൽജി രാജവംശം സ്ഥാപിച്ചു. ഇതോടെ മംലൂക്ക് രാജവംശത്തിന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ഡൽഹി സുൽത്താനേറ്റിൽ ഒരു പുതിയ ഭരണഘട്ടത്തിന് തുടക്കമാവുകയും ചെയ്തു. ജലാലുദ്ദീൻ ഖിൽജി പ്രായം ചെന്ന ഭരണാധികാരിയായിരുന്നു. മുൻ ഭരണാധികാരികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം സൗമ്യമായ ഭരണരീതിയാണ് സ്വീകരിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ സമീപനം ചില പ്രഭുക്കന്മാർക്ക് ദൗർബല്യമായി തോന്നി. ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ സഹോദരപുത്രനും മരുമകനുമായ അലുദ്ദീൻ ഖലീജി ചരിത്രവേദിയിലേക്ക് ഉയർന്നുവരുന്നത്. ദേവഗിരിയിലേക്കുള്ള വിജയകരമായ സൈനിക നീക്കത്തിനു ശേഷം അദ്ദേഹം വലിയ സമ്പത്ത് കൈവശപ്പെടുത്തി. തുടർന്ന് 1296-ൽ ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ച് ഡൽഹി സുൽത്താന്റെ സിംഹാസനം സ്വന്തമാക്കി. ഇതോടെയാണ് ഖിൽജി രാജവംശത്തിന്റെ ഏറ്റവും ശക്തമായ ഭരണകാലം ആരംഭിക്കുന്നത്. അടുത്ത ഭാഗത്തിൽ നാം അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരങ്ങൾ, സൈനിക പരിഷ്കാരങ്ങൾ, മാർക്കറ്റ് നിയന്ത്രണ നയം, ദക്ഷിണേന്ത്യൻ വിജയങ്ങൾ എന്നിവ പരീക്ഷാ കാഴ്ചപ്പാടോടെ വിശദമായി പഠിക്കാം. ലേൺ ഹിസ്റ്ററി, മാസ്റ്റർ സക്സസ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണത്തിലെ ഏറ്റവും പ്രശസ്തമായ പരിഷ്കാരങ്ങളിലൊന്നാണ് മാർക്കറ്റ് നിയന്ത്രണ സംവിധാനം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്? അദ്ദേഹത്തിന് വലിയ ഒരു സ്ഥിര സൈന്യത്തെ നിലനിർത്തേണ്ടതുണ്ടായിരുന്നു. സൈനികരുടെ ശമ്പളം വർദ്ധിപ്പിക്കാതെ തന്നെ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംവിധാനം നടപ്പിലാക്കിയത്. ഇതിനായി ഡൽഹിയിൽ വിവിധ തരം വിപണികൾ സ്ഥാപിച്ചു. ധാന്യവിപണി, വസ്ത്രം, പഞ്ചസാര, എണ്ണ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വിപണി, കുതിര, കന്നുകാലി, അടിമ എന്നിവയുടെ പ്രത്യേക വിപണി. ഓരോ സാധനത്തിനും സർക്കാർ നിശ്ചിത വില നിശ്ചയിച്ചു. വ്യാപാരികൾ ആ വിലയ്ക്ക് മുകളിൽ വിൽക്കാൻ അനുവദിച്ചിരുന്നില്ല. വിലക്കയറ്റം, പൂർത്തിവെപ്പ്, കള്ളവിപണി എന്നിവ തടയാൻ കർശന പരിശോധനയും രഹസ്യാന്വേഷണ സംവിധാനവും പ്രവർത്തിച്ചു. നിയമം ലംഘിച്ച വ്യാപാരികൾക്ക് കഠിന ശിക്ഷ നൽകുകയും ചെയ്തു. ഈ മാർക്കറ്റ് നിയന്ത്രണ സംവിധാനം അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നാണ്. ഇനി നമുക്ക് അലാവുദ്ദീൻ ഖിൽജിയുടെ ദക്ഷിണേന്ത്യൻ വിജയങ്ങൾ പരിചയപ്പെടാം. ഈ വിജയങ്ങളുടെ പ്രധാന ശില്പി അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സേനാനായകൻ മാലിക് കാഫൂർ ആയിരുന്നു. ക്രിസ്തുവർഷം 1308 മുതൽ 1311 വരെ മാലിക് കാഫൂർ ദക്ഷിണേന്ത്യയിലേക്ക് നിരവധി സൈനിക യാത്രകൾ നടത്തി. ഈ യാത്രകളിൽ പ്രധാനമായും ആക്രമിക്കപ്പെട്ട രാജ്യങ്ങൾ യഥാവ കിങ്ഡം, ദേവഗിരി, കാക്കട്ടിയ കിങ്ഡം, വരങ്കൽ, ഹോയ്സലെ കിങ്ഡം, ദ്വാരസമുദ്ര, പന്ധ്യ കിങ്ഡം, മധുര. ഈ രാജ്യങ്ങളിൽ നിന്ന് സ്വർണം, വെള്ളി, രത്നങ്ങൾ, ആനകൾ, കുതിരകൾ എന്നിവ വലിയ തോതിൽ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. ഇതിലൂടെ ഡൽഹി സുൽത്താനേറ്റിന്റെ സാമ്പത്തിക ശക്തി ഗണ്യമായി വർദ്ധിച്ചു. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്: അലാവുദ്ദീൻ ഖിൽജി ദക്ഷിണേന്ത്യയിലെ എല്ലാ രാജ്യങ്ങളും നേരിട്ട് ഡൽഹി സുൽത്താനേറ്റിൽ ലയിപ്പിച്ചില്ല. പല ഭരണാധികാരികളെയും കപ്പം, ട്രിബ്യൂട്ട് നൽകുന്ന സാമന്തരായി തുടർന്നും ഭരിക്കാൻ അനുവദിച്ചു. ഇത് പരീക്ഷകളിൽ പലപ്പോഴും ചോദിക്കപ്പെടുന്ന ഒരു പ്രധാന പോയിന്റാണ്. NET/JRF ആൻഡ് PSC എക്സാം ടിപ്പ്. മാലിക് കാഫൂർ സമം ദക്ഷിണേന്ത്യൻ വിജയങ്ങളുടെ നായകൻ എന്ന് ഓർമ്മിച്ചാൽ ചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്താൻ എളുപ്പമാകും. ഇനി നമുക്ക് അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരങ്ങളും ഭൂനികുതി നയവും പഠിക്കാം. അലാവുദ്ദീൻ ഖിൽജി കേന്ദ്രഭരണം ശക്തിപ്പെടുത്താൻ പ്രാദേശിക പ്രഭുക്കന്മാരുടെ അധികാരം നിയന്ത്രിച്ചു. നികുതി പിരിവിൽ സർക്കാർ നേരിട്ടിടപെടുന്ന സംവിധാനം കൂടുതൽ ശക്തമാക്കി. കൃഷിഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് കൃത്യമായ കണക്കെടുപ്പ് നടത്തി. പല പ്രദേശങ്ങളിലും കർഷകരിൽ നിന്ന് വിളവിന്റെ ഏകദേശം പകുതി വരെ ഭൂനികുതിയായി ഈടാക്കിയിരുന്നു. ഇതിലൂടെ രാജ്യത്തിന്റെ വരുമാനം വർദ്ധിച്ചെങ്കിലും കർഷകർക്ക് വലിയ സാമ്പത്തിക ഭാരമുണ്ടായി. ഭരണത്തിലെ അഴിമതി തടയാൻ
ഉദ്യോഗസ്ഥരെ കർശനമായി നിരീക്ഷിക്കുകയും രഹസ്യാന്വേഷണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്തു. ക്രിസ്തുവർഷം 1316 അലാവുദ്ദീൻ ഖിൽജി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം അധികാരത്തിനായി ആഭ്യന്തര സംഘർഷങ്ങൾ ആരംഭിച്ചു. ഈ സാഹചര്യം ഖിൽജി രാജവംശത്തെ ദുർബലമാക്കി. അവസാനം ക്രിസ്തുവർഷം 1320 ഗിയാസ് ഉദ്ദീൻ തുഗ്ലക് അധികാരം പിടിച്ചെടുത്തതോടെ ഖിൽജി രാജവംശത്തിന് അന്ത്യം കുറിക്കുകയും തുഗ്ലക് രാജവംശത്തിന് തുടക്കമാവുകയും ചെയ്തു. നെറ്റ്, JRF and PSC Quick Revision. ഖിൽജി രാജവംശ സ്ഥാപകൻ ജലൽ ഉദ്ദീൻ ഖിൽജി 1290. ഏറ്റവും ശക്തനായ ഭരണാധികാരി അലുദ്ദീൻ ഖിൽജി. മാർക്കറ്റ് നിയന്ത്രണ നയം, വില നിയന്ത്രണവും സ്ഥിരസൈന്യത്തെ പിന്തുണയ്ക്കലും. ദാഗ്, കുതിരകളുടെ ബ്രാൻഡിംഗ്. ചെഹ്റ, സൈനികരുടെ രജിസ്ട്രേഷൻ. ദക്ഷിണേന്ത്യൻ വിജയങ്ങളുടെ പ്രധാന സേനാനായകൻ മാലിക് കഫൂർ. ഇതോടെ ഡൽഹി സുൽത്താനേറ്റിലെ ഖിൽജി രാജവംശം എന്ന അധ്യായം പൂർത്തിയാകുന്നു. അടുത്ത വീഡിയോയിൽ നാം തുഗ്ലക് രാജവംശം വിശദമായി പഠിക്കാം. ലേൺ ഹിസ്റ്ററി, മാസ്റ്റർ സക്സസ്. നന്ദി. കൂടുതൽ ചരിത്ര വീഡിയോകൾക്കും UGC നെറ്റ്, JRF, കേരള PSC തയ്യാറെടുപ്പിനുമായി PSC ചാലഞ്ചർ പ്രോ, നെറ്റ് ആൻഡ് JRF ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.